ഗൈസ്, ഞാനൊരു പുഡിംഗ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ പുഡിങ്ങിന്റെ ഈ പൗഡർ മേടിച്ചിട്ട് 2-3 ദിവസമായി. അപ്പൊ ഇങ്ങനെ കുറെ നാളായിട്ട് ഇരിക്കുന്നു. അപ്പൊ ഞാനൊന്ന് ഒറ്റയ്ക്ക്, അതുകൊണ്ട് എനിക്ക് ഒരു മടി. പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് പുഡിംഗ് ഉണ്ടാക്കിയാലോ എന്ന്. ഓൾറെഡി പാല് ഫ്രിഡ്ജിലുള്ളത് കൊണ്ട് പാല് മേടിക്കേണ്ടി വന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ തന്നെ ഉള്ളത് കൊണ്ട് എന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. 2.5 ടേബിൾ സ്പൂൺ പൗഡറിന്റെ കൂടെ കുറച്ച് പാൽ ആഡ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കാനാണ് പറഞ്ഞത്. ഞാൻ ഇച്ചിരി പാല് കൂടിപ്പോയപ്പോഴേക്കും പേസ്റ്റ് പോലെ അല്ല എനിക്ക് കിട്ടിയത്. ബാക്കി പാല് വേറൊരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അതുകൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ സ്റ്റെറിൽ ചെയ്യുക. അത് മീൻസ് നല്ലോണം ഇളക്കി കൊടുക്കുക. അതായത് തീ ഓഫ് ചെയ്തിട്ട് വേണം, അതായത് ഫ്ലെയിം ഇല്ലാണ്ട് വേണം നമുക്ക് അത് അങ്ങനെ സ്റ്റെറിൽ ചെയ്യാൻ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി വരും. ദെൻ അഗൈൻ ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇതൊരു കൺസിസ്റ്റൻസി വരും, ഒരു ഹാർഡായിട്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ കൂടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചും കൂടെ ടേസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ മാംഗോ മാത്രം ഉണ്ടായുള്ളൂ. ദെൻ ഇതിന്റെ കളറും യെല്ലോ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അധികം ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, മാംഗോ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ മാംഗോ കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.